നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രയിൽ ഇന്ന് തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ ഒരു ജുമാ മസ്ജിദിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദർഗ, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുണ്യപാദങ്ങൾ ഇവിടെയെല്ലാം സ്പർശിച്ച ഒരു സ്ഥലമാണ് ഈ ദർഗ. നിങ്ങൾക്കറിയാം, തെങ്കാശിയിൽ നിന്നും തിരുനെൽവേലിക്ക് പോകുമ്പോൾ പൊട്ടൽപുത്തൂർ പള്ളിവാസൽ എന്ന് പറയുന്ന മനോഹരമായ ഈ പള്ളിയിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. ചന്ദനക്കുറിയും കുരിശുമാലയും നിസ്കാര തഴമ്പുമൊന്നും ഇവിടെ ഒന്നും ബാധകമല്ല. ആർക്കും ഇവിടെ എപ്പോഴും എത്താം. അത്രയ്ക്ക് പരിപാവനമായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ പൊട്ടൽപുത്തൂരിലെ പള്ളിവാസലിൽ എന്ത് തിരക്കാണെന്നറിയാമോ? രോഗശാന്തിക്കായും വീട്ടിലെ ദുഃഖങ്ങൾക്കായും അതുപോലെ കുട്ടികളില്ലാത്തവർക്കായും വിവാഹം നടക്കാത്തവർക്കായും നേർച്ചകൾക്കായി ഇവിടെ ജാതിമത ഭേദമന്യേ ഈ ആരാധനാലയത്തിൽ എത്തുന്നവരെ കാണാം. ഒരു വല്ലാത്ത കാഴ്ചയാണ്. 600 വർഷത്തിലേറെ പഴക്കമുള്ള ദർഗയുടെ അകത്ത് കുന്തിരിക്കത്തിന്റെയും ചന്ദനത്തിരിയുടെയും തൈലത്തിന്റെയും മണത്തിൽ ഇങ്ങനെ ഭക്തർ ലയിച്ചു നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ എത്തുമ്പോൾ. രോഗശാന്തിക്കായി നിരവധി പേരെയാണ് ഇവിടെ കൊണ്ടെത്തുന്നത്. മാനസികമായ പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും വീട്ടിലുണ്ടാവുന്ന ദുശകനങ്ങളും ഒക്കെ മാറ്റാൻ ഈ പൊട്ടൽപുത്തൂരിലെ പള്ളിവാസലിലേക്ക് ജനം ഒഴുകിയെത്തുന്നു. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ പരിപാവനമായ കാൽപാദം പണിഞ്ഞ ഈ പള്ളിക്ക് 600 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചുറ്റും കരിങ്കൽ തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട വിശാലമായ 3 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് മിനാരങ്ങൾ തന്നെ മനോഹരമായ നിർമ്മിതിയാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് മയിൽപീലി കൊണ്ടുള്ള തലോടലും തീർത്ഥജലവും അതുപോലെ തന്നെ കയ്യിൽ ഉറുക്കും ദൂരുമൊക്കെ കെട്ടുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ആ ദിവ്യത്വത്തിന്റെ ഒരു ഭാഗമായ എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന്. ഏതായാലും നമുക്ക് പൊട്ടൽപുത്തൂർ പള്ളിവാസലിന്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ദിവ്യമായ ആ കാര്യങ്ങളുമൊക്കെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ പോകാം. നിലവിളക്കുകളുടെ ദീപപ്രഭയിൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന ദർഗയുടെ കാഴ്ച മനസ്സിലേക്ക് കടന്നു ചെല്ലും. ആ ദിവ്യത്വം നമ്മുടെ മനസ്സിനെ വല്ലാതെ മാറ്റിമറിക്കും. ഒരുപാട് ഭക്തരാണ് ഇവിടെ ഓരോ കൽത്തൂണുകൾക്കും സൈഡിലിരുന്ന് ഭക്തിപൂർവ്വം നാമം ജപിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ദർഗയിലേക്ക് നോക്കി പറയുകയും ചെയ്തത്. ഏതായാലും ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഒരിക്കലെങ്കിലും പൊട്ടൽപുത്തൂരിലെ പള്ളിവാസൽ ദർഗയിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ സംഘർഷം കുറയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകാം. ഏറെ നേരം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ആ ദിവ്യത്വത്തിന്റെ അനുഭൂതിയൊക്കെ നുകർന്നു തന്നെ തിരികെ പോകാം. എൻ്റെ സ്ഥലം കവലയിൽ വർക്കലയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ മുഅദ്ദിനാണ്. ഇവിടെ വന്നിട്ട് 2-3 വർഷമായി. എൻ്റെ പേര് സുലൈമാൻ എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ഇന്ത്യയിലെ ബാഗ്ദാദ് എന്ന് പറയാം. മുഹീദ്ദീൻ ഹദ്റത്ത് ദർഗ എന്ന് പറയുന്നത് മക്ബറ എന്ന് പറയുന്നത് ബാഗ്ദാദിലാണ്. പക്ഷെ അവരുടെ ഇന്ത്യയുടെ ബാഗ്ദാദ് വേണമെങ്കിൽ ഈ മുഹീദ്ദീൻ ഇവിടെ കാണപ്പെടുന്ന ഒരുപാട് മഹാന്മാർ ഇവിടെ വന്ന് പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ പല കാര്യങ്ങളും വന്ന് ചെയ്ത് പ്രവർത്തിച്ച അനുഭവത്തിലൂടെ അവർക്ക് വന്ന് പോകുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് കറാമത്തുകൾ ഈ ഹദ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒത്തിരി കറാമത്തുകൾ പലതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് അത്ഭുതമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഞാൻ വന്നിട്ട് 3 വർഷമായി. അന്നുപോലെ ഭയങ്കരമായ വിശേഷങ്ങളാണ് കാണാൻ കഴിയുന്നത്. മുഹീദ്ദീൻ ഓൾറെഡി ഇവിടെ ഉള്ളതുപോലെയാണ് ഞങ്ങൾ അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി വെറും ഹദ്റത്ത് മാത്രമല്ല. അതായത് മുഹീദ്ദീൻ ഹദ്റത്ത് റബീഉൽ ആഖിർ 10 ഇവിടെ ദിനം കൂടെ 1 മുതൽ 12 വരെ ഇവിടെ അവരുടെ ഉറൂസാണ്. അന്ന് ഇവിടെ വലിയ ജനക്കൂട്ടം എല്ലാം ഉണ്ടാകുന്ന സ്ഥലമാണ്. റബീഉൽ ആഖിറിലാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമാകും. ഉണ്ടോ? ഇവിടെ നമുക്ക് നേർച്ച സത്യമാണത്.
എല്ലാവരും വിശ്വാസമല്ലേ. അവിടെ നേരെ പോകുമ്പോഴത്തേക്ക് അപ്പുറത്ത് റാത്തീപുണ്ട്, ഈ ഇപ്പുറത്തെ ഒരു ഇതുണ്ട് മക്ബറുണ്ട്, അവിടെ റാത്തീപുണ്ട്. അവിടെ ഉണ്ടല്ലേ? മക്ബറ ഉണ്ടോ അവിടെ? ആ മക്ബറുണ്ട്. പിന്നെ അപ്പുറത്ത് ചിന്നുപള്ളിയുണ്ട്. പ്രഭാപൂരിതമായ ദർഗയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ദുഃഖങ്ങളെല്ലാം മാറി മറയും. എത്ര പേരാണ് ഇവിടെ വന്ന് സങ്കടങ്ങൾ ഉണർത്തിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയും. പഴവും അതുപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങളുമൊക്കെ നേർച്ചയെ നൽകുന്നുണ്ട്. പ്രാവിൻകൂട്ടങ്ങൾക്ക് പ്രത്യേകമായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന തീറ്റയും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവുമൊക്കെ നമുക്ക് കാണാം. ഈ പള്ളി മുഴുവൻ പ്രാവിന്റെ ഒരു വലിയ കൂടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരുപാട് പേർ പരാതിയൊക്കെ അവിടെ ഇറക്കി വെക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം. അവിടുത്തെ ഉസ്താദ് അതിനുള്ള പരിഹാരങ്ങൾ പറയുകയും ജപമാലകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ശക്തി മനസ്സിലാകുക. അത്രയ്ക്കും ആൾക്കാർക്ക് പ്രയോജനം കിട്ടുക, അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ മാറുക, പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാവുക എന്നുകൊണ്ടായിരിക്കുമല്ലോ ഈ ദർഗയിലേക്ക് ഇത്രയും കൂടുതൽ ആൾക്കാർ ദിവസേന എത്തുന്നത്. എന്തായാലും നമുക്ക് ഈ പൊട്ടൽപുത്തൂർ ദർഗയുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിഞ്ഞത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ വഴി പോകുമ്പോൾ ഇവിടെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുഹമ്മദ് നബിയുടെ പരമ്പരയിലുള്ള മഹാപണ്ഡിതനായ മുഹിയുദ്ദീൻ ശൈഖി തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ദർഗയിലേക്ക് എത്തുന്നത് ആയിരങ്ങളാണ്. അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടെ. എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ ഇവിടെ ഓടിയെത്തുന്നു എന്നുള്ളതാണ് ജാതിമത ഭേദമന്യേ. പലർക്കും പല രീതിയിലും ക്ഷേത്രങ്ങളെക്കുറിച്ചും പള്ളികളെക്കുറിച്ചും ദേവാലയങ്ങളെക്കുറിച്ചും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ആശ്വാസം കിട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുഹിയുദ്ദീൻ ശൈഖി തങ്ങളുടെ പാദമുദ്ര പതിഞ്ഞ ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഉറൂസിന് ലക്ഷങ്ങളാണ്. ശാരീരികമായ അസ്വസ്ഥതകളും മറ്റു രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും കുടുംബത്തിലെ വിഷയങ്ങളും വിവാഹങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നാണ് പലരും പറഞ്ഞത്. ഇവിടെ എത്തുന്ന ഭക്തരിൽ പലരും നേരിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യവുമില്ലായിരുന്നു. നൂറുകണക്കിന് നിലവിളക്കുകളുടെ പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ദർഗ ഒരു കാഴ്ച തന്നെയാണ്. കുന്തിരിക്കത്തിന്റെയും ചന്ദനത്തിരിയുടെയും വാസനതൈലത്തിന്റെയും മണം എങ്ങും പരന്നു കിടക്കുന്നു. ധൂമം ഇങ്ങനെ പറന്നു നടക്കുന്നു. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയും അനുഭൂതി നൽകുന്ന കാഴ്ചയും ഒക്കെയാണ് ദർഗയിലുള്ളത്. ചരടുകൾ കയ്യിലേക്ക് കെട്ടിവെക്കുന്ന ഭക്തർ, അങ്ങനെ തീർത്ഥജലം കയ്യിലേക്ക് വാങ്ങി കുടിക്കുന്ന ഭക്തർ, ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പൊട്ടൽപുത്തൂരിലെ മുഹിയുദ്ദീൻ ശൈഖി തങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ ദർഗയിലേക്ക് ആൾക്കാർ ഓടിയെത്തുന്നത്. ആ ആ വർഷം ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വന്നാണ്. വർഷത്തോറും 2 ദിവസം കഴിഞ്ഞ് ഇല്ല, എല്ലാ വർഷവും വർഷത്തിലൊരിക്കലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസം ഇങ്ങനെ ഞങ്ങൾ വരും ഇവിടെ. ഞങ്ങൾ വേറെ ഇതില്ല, ഇവിടെ പുള്ളി ഇങ്ങനെ വന്നിരുന്നേക്കുന്ന സ്ഥലമാണ്. അടക്കം ചെയ്തേക്കണ ഇവിടെ ഇല്ല. കറാമത്ത് എന്ന് പറയുന്ന ഒരു നമ്മൾ ഇവിടെ അതായിട്ട് സങ്കല്പിച്ചേക്കുന്നത്. ആ അതന്നെ. അസുഖങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറണുണ്ടോ? കാരണം അസുഖങ്ങൾ ഇപ്പൊ ഇവിടെ അസുഖമായിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരാളുകൾ വന്നിട്ടുണ്ട്. പുള്ളി ഇവിടെ കറക്റ്റായിട്ട് പുള്ളി ആണല്ലേ? ക്ഷേത്രത്തിലൊക്കെ വല്ലം വെക്കുന്നത്. ഓ பீர் முகமது ஜெயலாலி அப்துல் காதருடைய வரலாறை பற்றி சொல்லலாம். ஜெயலாலி அப்துல் காதர் மையவர் வந்தது அப்படின்னா 1700 வருஷத்துல வந்தார். 1700 வருஷத்துல வந்தார். வந்து வரவேற்பு இங்கே வந்து காட்சி கொடுத்தாரு. அப்போ மன்னர் ஆட்சி நடந்துட்டு இருக்கு. மன்னர் ஆட்சியில் அவங்கள கண்ட உடனே அவங்க எல்லாம் இறங்கி போய் எல்லாம் விட்டுட்டு போய் அப்புறம் இது பள்ளியில் ஒரு 3 பச்சைசாவை ஒப்படைச்சி இது பள்ளியை உருவாக்கி இது பள்ளியெல்லாம் தீர்மானம் பண்ணிட்டு இருந்தது. எல்லாம் இப்போ அரமணைக்காரன் தான் ஒப்படைச்சது. அரமணையோட அப்பா, அவருக்கு அப்பாவுக்கு அப்பா இருக்கல, அவள் அச்சன் வந்து கூட பரிமாறி கொண்டு இருந்தது.
இப்போ அவர் போய் எவ்வளோ அவர் தலைமுறை முடிஞ்சு இப்போ மகன் தலைமுறை முடிஞ்சுன்னா பேர தலைமுறை வந்தது. தலைமுறையாக நடந்துக்கிட்டு இந்த பிள்ளையார் சொல்லுறதுங்களா. அதில் வந்து என்னன்னா ஜெயலலிதா அப்துல் காதர் வந்து அங்கேருந்து இங்கே வந்ததுனால நமக்கு ஒரு மகிழ்ச்சி. ഇത് തെങ്കാശി ജില്ലയാ തിരുനെൽവേലി ജില്ലയാ? இது தென்காசி ജില്ല. പൊട്ടൽപുത്തൂർ தென்காசி പഞ്ചായത്ത്. குட்டல்பூர் பஞ்சாயத்து தென்காசி. எல்லாமே தென்காசி தான். சிட்டி இது தென்காசி. അത്രയും വർഷം പഴക്കമുണ്ട് പള്ളി. பள்ளியில் வந்து கிட்டத்தட்ட 500 வருஷம் இருக்கும். 600 വർഷം. 600 வருஷம் ஆகி 600 வருஷம் பழக்கம் உண்டு. അപ്പോൾ ഈ ആര് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. யார் வந்தாலும் அவங்களோட காரியத்தை சாதிச்சுட்டு இவரை வந்து துவா காக்கும். அவங்களோட பிள்ளைகள்லாம் ஃபுல்லாக இந்த மாதிரி தவறு இருந்து காக்கக்கூடியதான் எல்லாம் ஒரு வர பரிசனை கிடைக்கும். പള്ളിയുടെ പേര് ഫുള്ള എന്നാ சொல்லுங்க? ஜெயலானி அப்துல் காதர் மொஹியத்தீன் ஆண்டவர். ஜெயலானி அப்துல் காதர் மொஹியத்தீன் ஆண்டவர். இப்போ இவர் வந்து பெத்தாவாப்பா. இவர் அவருக்கு அடிப்படை செஞ்சுட்டு இருந்தார். ஆனால் இறந்து போனோன்னா அவர் பக்கத்தில் இவர் அடக்கமடையாச்சு. இவரும் நல்ல நிலையை செஞ்சிருக்காரு. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകറ്റി ശാന്തി നേടാനായിട്ട് നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ എത്തുന്ന ദർഗയുടെ കാഴ്ചകളാണ് നിങ്ങൾക്ക് തന്നത്. അപ്പോൾ മറക്കണ്ട, പൊട്ടൽപുത്തൂരിലെ മുഹിയദ്ദീൻ ശൈഖ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിപ്പിടമായിരുന്ന ഈ പൊട്ടൽപുത്തൂരിലെ പള്ളിവാസൽ നിങ്ങൾ സന്ദർശിക്കണം. ഇനിയും അടുത്തൊരു കാഴ്ചയുമായി വീണ്ടും എത്താം.